ഇന്നത്തെ ക്ലാസ്സിൽ പെർസെൻറ്റേജസിലെ തന്നെ വേറൊരു ടൈപ്പ് നോക്കാം. ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇൻകമിൽ സെക്കൻഡ് ടൈപ്പ്. ഓക്കെ, സോ ഫസ്റ്റ് ടൈപ്പ് പ്രീവിയസ് വീഡിയോയിൽ ഉണ്ടാവും. ഒന്ന് നോക്കിയിട്ട് പിന്നെ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ മതി. ഓക്കെ, സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എ മാൻ സ്പെൻസ് X% ഓഫ് ഹിസ് ഇൻകം ഓൺ ഫുഡ് ആൻഡ് Y% ഓഫ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ഇൻകം. അതായത് സാലറിന്ന് X% മേ ബി ഒരു 10% സ്പെൻഡ് ചെയ്തതിന് ശേഷം ബാക്കി സാലറി എമൗണ്ടിൽ നിന്നാണ് ഈ Y% സ്പെൻഡ് ചെയ്യണത്. ഓക്കെ, സോ Y% ഓഫ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ഇൻകം ഓൺ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ആൻഡ് Z% ഓഫ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ഇൻകം ഓൺ ഹൗസ് റെന്റ്. If he saved rupees R, his salary will be, okay, salary is equal to R into 100 into 100 into 100. കാരണം ഇതിൽ 3 ടേംസ് ഉള്ളത്, 3 ഈവൻസിലാണ് ഇദ്ദേഹം amount സ്പെൻഡ് ചെയ്യണത്. ഓക്കെ, divided by 100 minus X into 100 minus Y into 100 minus Z. Okay, ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ സാലറി സെയിം 10,000 തന്നെയാണെന്ന് വെക്കാം. ഓക്കെ, ഫസ്റ്റ് X% എന്ന് പറയണത് നമ്മുടെ ഫുഡിലേക്ക് സ്പെൻഡ് ചെയ്ത എമൗണ്ട് അല്ലേ. ഫുഡിന് വന്നിട്ട് 10%. സോ 10% ഓഫ് 10,000 is 1,000. ഓക്കെ, സോ ഞാൻ കാൽക്കുലേഷനിലേക്ക് ഒന്നും നിൽക്കുന്നില്ല, ഇതിന് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് ഇറ്റ് ഈസ് 1,000. സോ സേവിങ്സ് R is 10,000 minus 1,000, which is 9,000 rupees. Okay, ഇനി ഇതില് Y%. ഓക്കെ, Y% വന്നിട്ട് സേ നമുക്കൊരു 20% എന്ന് എടുക്കാം. ഇത് വന്നിട്ട് നമുക്ക് ഒരു റെന്റിന് കൊടുത്തിരിക്കുകയാണെന്ന് വെക്കാം. സോ ഈ 9,000-ലെ 20% എടുക്കണം. ഓക്കെ, സോ 9,000-ലെ 20% എത്രയാണ്? ഇറ്റ് വിൽ ബി 1,800. ഓക്കെ, സോ ഇൻറ്റു 20/100. സോ ഇതും ക്യാൻസലായി, ഇതും ക്യാൻസലായി. സോ ഇറ്റ് ഈസ് 1,800 rupees. Okay, so 9,000 minus 1,800. Okay, so it will be almost 7,200 rupees. So 9,000 minus 1,800, 0 0. So this is 8 to 7,200. Okay, ഇതാണ് ഇദ്ദേഹത്തിന്റെ R എന്ന് പറയുന്ന സേവിങ്സ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് Z കാൽക്കുലേറ്റ് ചെയ്യാം. Z% എന്ന് പറയുന്നത് നമുക്ക് ഒരു 30% ആണെന്ന് കരുതാം. സോ ഈ സ്പെൻഡിങ് 30% ഓൺ ചിൽഡ്രൻസ് സ്കൂൾ education or whatever it is, or clothes or whatever it is. Okay, so that is balance നമുക്ക് ഇപ്പോൾ എത്രയുണ്ട്? 7,200 into 30%. Okay, so we can take it as 0.30. So that is 3 2s are 6, 3 7s are 21, 0 0 0. So നമുക്ക് ഇവിടെ ഡെസിമൽസ് പോയിന്റിന് ശേഷം 2 ഡെസിമൽസ് ആണ്. സോ വി ക്യാൻ റിമൂവ് ദിസ് zeros. Okay, so it is 2,160 rupees. So
ഈ 7200 എന്ന് 7200 എന്ന് ഈ 2160 rupees നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, സോ 7200 minus 2160. So zeros, it will be 1, it is 4, and again 0, so it is 5040. ഓക്കെ, ഇതാണ് ഇദ്ദേഹത്തിന്റെ R. ഓക്കെ, സോ ഫൈനൽ സേവിങ്സ് എന്ന് പറയുന്നത് R 5040. ഓക്കെ, ഇനി നമുക്ക് ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫോർമുല എന്താ പറയണ? സാലറി is equal to R into 3 ടേംസ് ആണ്, അതുകൊണ്ട് 100 into 100 into 100 divided by 100 minus x into 100 minus y into 100 minus z. ഓക്കെ, ഈ x y z എന്നൊക്കെ പറയുന്നത് പെർസെൻറ്റേജിലാണ് കേട്ടോ. നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ ഇതിൽ തരുൺ സ്പെൻസ് 20%. 20% പറയുന്നത് നമുക്കിവിടെ എക്സ് ഓൺ ഫുഡ് ആൻഡ് 25% എന്ന് പറയുന്നത് വൈ. ഓഫ് ദ റെസ്റ്റ് ആണ്. ഓക്കെ, ഓഫ് ദ റെസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് 10% എന്ന് പറയുന്നത് സെഡ്. ഓക്കെ, സോ ഇതിൽ റെസ്റ്റ് ഈ റെസ്റ്റ് എന്നുള്ളതാണ് നിങ്ങളുടെ കീവേഡ്. അപ്പോൾ ഏത് ഫോർമുല യൂസ് ചെയ്യണം? സാലറി is equal to R into 100 into 100 into 100 divided by 100 minus x into 100 minus y into 100 minus z എന്നുള്ളത്. ഓക്കെ, ഇതിൽ R എത്രയാണ്? 120. ഓക്കെ, സോ R is 120. ഇനി നമുക്ക് ആ വാല്യൂസ് ഒക്കെ ഒന്ന് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ്? ആറിന് ഇറ്റ് ഈസ് 120 അല്ലേ? അപ്പോൾ ആറ് 120 into 100 into 100 into 100 divided by 100 minus x ന് 20, 100 minus y ക്ക് പകരം 25%, 100 minus z ന് പകരം 10%. Okay, so now it is equal to 120 into 100 into 100 into 100 divided by 100 minus 20, it's 80 into 75. 100 minus 25 is 75 into 90. Okay, so നമുക്കിനി simplify ചെയ്യാം. So E0 and E0 cancel ചെയ്യാം. ഈ രണ്ട് നമ്പറും 4 ഡിവിസിബിൾ ആണ്. സോ 4 3s are 12, 4 2s are 8. ഓക്കെ, സോ നമുക്ക് ഈ 3 ആക്ച്വലി 9 പോവും, ബട്ട് നമുക്ക് 75 ഡിവിസിബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. സോ 5 plus 7 എത്രയാ? 12 അല്ലേ? 12 വന്നിട്ട് 3 ഡിവിസിബിൾ ആണ്. സോ ദിസ് 75 ഷുഡ് ഓൾസോ ബി ഡിവിസിബിൾ ബൈ 3. Okay, so 3 1s are 3, 3 2s are 6, 3 5s are 15. Okay, so 25 again one time 25, 4s are 100. Okay, 2 1s are 2, 2 2s are 4. Okay, so E0 cancel,
നമുക്ക് ഈ ഒരു 0 ക്യാൻസൽ ചെയ്യാം. So balance what is there? It is 2 into 10 into 100 by 9, which is 2000 by 9. Okay, so this is the answer. Okay, so നമുക്ക് ഈ 2000 by 9 വേണമെങ്കിൽ ഫർദർ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് 2000 by 9, 9 2s are 18, again 2s are 18, again 2s are 18.2222 ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. So it is almost 222 rupees is his salary. Okay, I mean 0.22 ഉണ്ട്. I'm just rounding it off. Okay, it's an approximate value. Okay, fine.